പൊതുവിടത്തല്ലേ? ഞങ്ങളുടെ ഭാര്യമാരെ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഈ വ്യക്തികൾക്ക് എന്ത് തേങ്ങയാ ഈ വിളിച്ച് പറയുന്നത്? ഇവരൊക്കെ ആരാണ് സകല മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശം ഇവരൊക്കെ പോക്കറ്റിൽ വെച്ചു കൊടുത്തത്? അല്ല, ഞാൻ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ സംഘടനകളിലൊന്നും നിലവാരമുള്ള ഒരൊറ്റ ഒരുത്തരല്ലേ? നമ്മൾ ഒരുപാട് ചാനൽ ചർച്ചകളൊക്കെ നമ്മൾ നിരന്തരം കാണാറുണ്ട്. പല വിഷയങ്ങള്, പല കാര്യങ്ങള് നമ്മൾ ഒരുപാട് ചർച്ചകൾ കണ്ടിട്ടുണ്ട്. ഇത്രയും നിലവാരമില്ലാത്ത ആളുകളൊക്കെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു ചർച്ച ഞാൻ ഏതായാലും ആദ്യമായിട്ട് കാണാം. നിങ്ങൾ കണ്ടില്ലേ, ഏഷ്യാനെറ്റിലെ ഒരു പ്രധാനപ്പെട്ട അവതാരകരാണ് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പോലും ഏതാ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതെന്ത് സംസ്കാരം? മെയിൻ പരിപാടിയാണ് ഈ ക്ലിപ്പ് കട്ട് ചെയ്ത് കേൾപ്പിക്കാന്നുള്ളത്. ഇതാണ് ഇപ്പൊ ഈ യൂട്യൂബറും കാണിച്ചത്. ഇവൻ ആ ഉസ്താദ് ഒരു പണ്ഡിതനാണ്. ഇദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ പുള്ളി ആ സ്പോട്ടിൽ പറഞ്ഞ കാര്യത്തിന് ഇമാതിരി പറയാനുണ്ടോ? എടോ എന്ന് വിളിച്ചതാണ് പുള്ളി ഈ യൂട്യൂബർ പറഞ്ഞത്. എന്നിട്ട് എന്തൊക്കെയാണ് ആ ഉസ്താദിനെ അല്ലെങ്കിൽ ആ പണ്ഡിതനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇമാതിരി പറയാൻ പറ്റുണ്ടോ? ഇവൻ ക്ലിപ്പ് കട്ട് ചെയ്യാതെയാണ് ഈ ഇത് പറഞ്ഞെങ്കിൽ ഓക്കെ ആകും. ഇവൻ ആ കട്ട് ചെയ്ത ക്ലിപ്പ് കണ്ടോ? സുരേഷ് സാറേ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വ്യക്തമല്ല ഞാൻ പറഞ്ഞത്. അന്യസ്ത്രീയും പുരുഷനും മിങ്കിൾ ചെയ്തിട്ടുള്ള ഏതൊന്നും ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ അത് ഭൂഷണമല്ല എന്ന് ഇസ്ലാം നിലപാടാണ്. കാലഘട്ടത്തിൽ സാർ, കൊറോണ കാലഘട്ടത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ ആരെങ്കിലും വന്നിട്ട് കൊറോണയെ കുറിച്ചുള്ള അവയർനെസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഡോക്ടേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചവർ ഡോക്ടേഴ്സ് ആണ്. അവർ കൊറോണയെ കുറിച്ച് അഭിപ്രായം പറയട്ടെ. പറയാൻ പറ്റൂല്ലോ അല്ലെ? സാറേ തന്നെയല്ലേ വിളിച്ചത്, അല്ലാണ്ട് അക്ഷരമൊന്നും മാറ്റിയല്ലോ വിളിച്ചത്. പിന്നെ കുറച്ചു നേരം വിളിച്ചപ്പോ ഒന്നും പറയാൻ സമ്മതിക്കാതെ വന്നപ്പോ എന്തോ എടാ എന്ന് വിളിച്ചുപോയി. അതിനാണോ ഇമാതിരി നീ ആളുകളുടെ മേത്തൊക്കെ ഇറങ്ങുന്നത്? ഇങ്ങനെയൊക്കെ ക്ലിപ്പ് കട്ട് ചെയ്ത പരിപാടി ഉണ്ടല്ലോ, വളരെ മോശം പരിപാടിയാണ് എന്റെ ബ്രോ. വല്ലാത്ത ജാതി ചങ്ങാതിയാണ് നീ.